ഹായ് പീപ്പിൾ. അപ്പം ഇന്നത്തെ തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട് എനിക്ക് എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ എപ്പോഴും ഞാൻ വന്നിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളാണ് എനിക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇന്നൊരു ജസ്റ്റ് ഒരു എന്താ പറയുക DIY പോലെ ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ ഇതിനിപ്പോൾ എന്താ പ്രശ്നമുള്ളത്? പ്രശ്നമൊന്നും പ്രത്യക്ഷത്ത് കാണുന്നില്ലല്ലോ. പ്രശ്നമൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പം ഇത് ആക്ച്വലി മധുബാണി എന്ന് പറയുന്ന അല്ലെങ്കിൽ മിഥില എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് കൺസിഡർ ചെയ്തെടുത്തൊരു പെയിൻറ്റിംഗ് ആണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കര ഇതല്ലേ, ആനേൻ്റെ കഥകളും അരിക്കൊമ്പൻ്റെ കഥകളും ഒക്കെ. അപ്പം അതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയതാന്ന് തോന്നുന്നു. ഈ വീട്ടിലേക്ക് കിടക്കാം. എന്ത് മണ്ടത്തരം ഞാൻ കാണിച്ചു തന്നുള്ളത് നിങ്ങൾ തന്നെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലത്തെ ചെയ്ത് പിന്നെ അറിയില്ല. അതും അവസാന സ്റ്റെപ്പിലാണ് പറ്റിയിട്ടില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് വന്നിട്ടാണ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ സംഭവം ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യം നമുക്ക് ഇതുപോലൊരു സ്കെച്ച് ഇടണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ സ്കെച്ചിൻ്റെ ഫോട്ടോ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഒരു കോപ്പി ആക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സ്കെച്ച് റെഡിയാക്കാം. സ്കെച്ച് റെഡിയാക്കിയിട്ട് ഇതുപോലെ 4 സൈഡിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്ലാസ് വെച്ചെടുക്കണം. ഗ്ലാസ് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പെർമനൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ മാർക്കർ യൂസ് ചെയ്യാം. മാർക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പക്ഷേ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആക്രിലിക് വെച്ചിട്ടാണ് ഫുൾ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തിരക്കിട്ട് ചെയ്യേണ്ട. നമുക്ക് കുറച്ച് നല്ല സ്മൂത്തായിട്ട് നീറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സമാധാനമായിട്ട് മെല്ലെ നല്ല നീറ്റായിട്ട് ഓരോന്നും ഇതുപോലെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തെടുക്കാം. ഈ ഡീറ്റെയിലിങ് എന്താ പറയുക ഭയങ്കര നമ്മളെ എന്താ പറയുക ഒരു മെഡിറ്റേറ്റിംഗ് പോലെ ആട്ടോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ വരച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പീസ്ഫുൾ ഫീലിംഗ് ആണ് നമുക്കിങ്ങനെ ഈ രീതിയിലുള്ള ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ വരച്ചെടുക്കുമ്പം. ലൈക്ക് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു. നമ്മൾ ഈ ഔട്ട്ലൈൻസ് ഒക്കെ ഇടുമ്പോൾ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മളിങ്ങനെ ആസ്വദിച്ച് ലൈൻ വരച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു പോയിന്റിലായിരിക്കും. അപ്പോൾ എൻജോയ് ചെയ്ത് ഇതുപോലെ ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ ഫുൾ ഇതുപോലെ ബ്ലാക്ക് ഇതുകൊണ്ട് സ്കെച്ച് ചെയ്തെടുക്കുക. അപ്പം ഈ റിസൾട്ട് കണ്ടാൽ ഞാൻ വിചാരിച്ചു ഇതിൽ നിർത്താമെന്ന് പിന്നെ വിചാരിച്ചു ഞാൻ കളർ അടിക്കാനല്ലേ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ കളർ കൊടുത്തു. ഇപ്പം അവസാനം ചെയ്ത് കഴിഞ്ഞാൽ കളർ കൊടുക്കേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അപ്പം പിന്നെ അതേപോലെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് കുറേ അധികം വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എവിടെയും വരും. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുള്ള് ഇതേപോലെ ബ്ലാക്ക് ഇതുകൊണ്ട് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ജസ്റ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര തിക്കായിട്ട് അല്ലാണ്ട് കുറച്ചൊന്ന് എന്താ പറയുക ലിക്വിഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അത് ഫില്ല് ചെയ്യാൻ. ബ്രഷിൽ നന്നായിട്ട് നിൽക്കും. അതേപോലെ ഇങ്ങനെ ഡ്രോപ്പ് പോലെ ഇതുപോലെ നല്ല കട്ടിക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ പ്രോസസ്സുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കളേഴ്സൊക്കെ നിങ്ങളെ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ അങ്ങനെ ആക്ച്വൽ മധുബാണിയിൽ ഓരോ റീസൺസ് ഉണ്ട് കേട്ടോ ഓരോ കളറും കൊടുക്കുന്നതിൽ. ഞാനിവിടെ ലൈക്ക് എനിക്കുള്ള ഇഷ്ടമുള്ള പ്രിഫറൻസ് എടുത്തിട്ടാണ് ഞാൻ കളർ കൊടുത്തത്. ആക്ച്വൽ ട്രഡീഷണൽ അല്ലെങ്കിൽ ആ ഒരു ആക്ച്വൽ ആർട്ട് ഫോമിൽ അതിന് ഓരോ കളറിനും ഓരോ റീസൺ ഉണ്ട് കൊടുക്കുന്നതിനും ഇതൊക്കെ ആക്കുന്നതിനൊക്കെ. ഇപ്പോൾ ഓരോ കളറും ഓരോ സംഭവങ്ങളാണ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എലിമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ അത് ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ ശരിക്കും നിങ്ങൾക്ക് അത് ഇതാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഫോളോ ചെയ്ത് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു കളർഫുൾ റിസൾട്ട് കിട്ടുന്ന ഒരു ആർട്ട് പീസ് കിട്ടണം എന്നുള്ള രീതിയിൽ കളേഴ്സ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കളേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ജസ്റ്റ് പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഒക്കെ ഓക്കെ ആയിരുന്നു. ഇനി ഒരു ഗോൾഡൻ ലേസ് കൂടി കൊടുക്കുന്നുണ്ട് കുറച്ച് തിളങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ അല്ലേ പെർഫെക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫുൾ വൈറ്റ് അപ്ലൈ ചെയ്യാൻ പോയായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും ഒക്കെ ഓക്കെ അല്ല. ആ ഗ്രീൻ ലീഫിൻ്റെ അവിടെ എൻ്റെ അടുത്ത് കൈ തട്ടിപ്പോയിട്ട് കുറച്ച് പോയതാണ്. അതല്ലാണ്ട് ബാക്കിയൊന്നും എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. ഒക്കെ കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ വൈറ്റ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് ഇത് ഡ്രൈ ചെയ്യാൻ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് പണി കിട്ടിയത്. ഇപ്പം ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വർക്കായേനെന്നാണ് എൻ്റെ ഒരു ഇതിൽ. എനിക്ക് എന്താ പറയുക ഒരു ഫുൾ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പീസല്ലേ. പക്ഷെ എന്താ പറയുക ഇവിടെയാണ് മെയിനായിട്ട് പോയത്.
ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ക്ലോക്കിൻ്റെ സൂചി ഒന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ജസ്റ്റ് ഇതാ ഈ നമ്മളെ ഗ്ലാസിൻ്റെ മുകളിൽ ചെയ്ത പെയിൻറ്റിങ് വർക്ക് എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ആ ഫിഷിൻ്റെ അവിടെയും ബേർഡിൻ്റെ അവിടെയും ആ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റ് ഉള്ളിൽ കയറി വന്നതാണ് ഉണ്ടായത്. ആനൻ്റെ വാലിൻ്റെ അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഫിനിഷില്ലാതെ ഇങ്ങനെ കുറേ മുറിഞ്ഞു പോലെ നമുക്ക് അടുത്ത് നോക്കുമ്പോൾ തോന്നും. ദൂരെ നോക്കുമ്പം കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലോക്ക് വെക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. താഴെയൊന്നും വെച്ചില്ല, മുകളിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവസാനം ഇത് ഫുള്ള് സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ മതി. അപ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം കിട്ടുന്ന പണി കിട്ടി. അപ്പോൾ ഇതേപോലെ വേറെ ആർക്കും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ കിട്ടിയിട്ട് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അതല്ലെങ്കിൽ എന്താ ഉണ്ടായെന്ന് മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബില്ലോ. കാരണം ഇതേപോലെ വേറെ ആയിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പം ഇനി നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.